വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ വാഴക്കുളം ക്ഷേത്ര പരിസരത്ത് ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. നിരവധി വീടുകളും പരിസര പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. പല വീടിനുള്ളിലേക്കും മഴവെള്ളം കയറി. പുലർച്ചെയോടെ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമാവുകയായിരുന്നു. KV ദാമോദരൻ ട്രസ്റ്റ് ഉദ്ഘാടനവും പുരസ്കാരദാനവും ഒക്ടോബർ 18-ന് എടമുട്ടം ശ്രീനാരായണ ഹാളിൽ വെച്ച് നിയമസഭാ സ്പീക്കർ G. കാർത്തികേയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആൽഫ പെയിൻ ക്ലിനിക് ചെയർമാൻ KM നൂറുദ്ദീൻ, ശാന്തി ഇർഫാൻ, മേഷൻ സെന്റർ സാരഥി ഉമ പ്രേമൻ, സൈലോസ് സ്ഥാപക ഷീബ അമീർ, മലയാള മനോരമ സീനിയർ റിപ്പോർട്ടർ സന്തോഷ് ജോൺ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുക. ലോർഡ് കൃഷ്ണ ബിൽഡേഴ്സ് സാരഥി വിജയശാന്തി അധ്യക്ഷനാകും. TV ശാർങ്ങാധരൻ, TU ഉദയൻ, മേയർ IP പോൾ, ADGP വിജയാനന്ദ്, TS പട്ടാഭിരാമൻ, NSS സമാജ സെക്രട്ടറി PK വിശ്വംഭരൻ തുടങ്ങിയവർ സംബന്ധിക്കും. കയ്പമംഗലം മതിലകത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വൃക്ഷങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് മതിലകം പടിഞ്ഞാറ് ഭാഗത്ത് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. കനത്ത മഴയോടൊപ്പം എത്തിയ ചുഴലിക്കാറ്റ് 2 മിനിറ്റോളം വീശിയതായി നാട്ടുകാർ പറയുന്നു. മരങ്ങൾ റോഡിൽ വീണ് ഗതാഗതം സ്തംഭിച്ചു. നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. മതിലകം പാപ്പിനിവട്ടം ബാങ്ക് പരിസരം പാമ്പിനിയടുത്ത് സേതുവിന്റെ വീട്ടുപറമ്പിലെ മാവ് കടപുഴകി വീണ് വീട്ടുമതിലും ഗേറ്റും തകർന്നു. ഇതേ പറമ്പിലെ തെങ്ങുകളും കവുങ്ങുകളും വാഴകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. പറപ്പറമ്പിൽ അജയന്റെ പണിതുകൊണ്ടിരിക്കുന്ന വീടിന് മുകളിൽ അയിനിമരം ഒടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടമാത്ര പ്രദീപിന്റെ വീട്ടുവാതിൽ മരം വീണ് തകർന്നിട്ടുണ്ട്. പന്നിക്കാട്ടിൽ ശശീന്ദ്രന്റെ കോഴിഫാം പ്ലാവ് വീണ് തകർന്നിട്ടുണ്ട്. ഇതേ പറമ്പിലെ 50ഓളം കുലച്ച വാഴകൾ, 10ഓളം അടയ്ക്കമരം, തെങ്ങ്, ജാതിമരം എന്നിവ ഒടിഞ്ഞു വീണിട്ടുണ്ട്. തോട്ടുപുറത്ത് സുബ്രഹ്മണ്യന്റെ പറമ്പിലെ മഹാഗണി മരം കടപുഴകി വീണ് വിറകുപുര തകർന്നു. കൈതാരത്ത് മാത്യു, കൈതാരത്ത് സൈമൺ, പന്നിക്കാട്ടിൽ സുകുമാരൻ, ചിറയിൽ അപ്പു, അടിപ്പറമ്പിൽ ലതാസുധരൻ, ചിറയിൽ വേണുഗോപാൽ, പറവറമ്പിൽ സുനിൽകുമാർ, അടിപ്പറമ്പിൽ ഭരതൻ എന്നിവരുടെ വീട്ടുപറമ്പിലെ വൃക്ഷത്തൈകളും കടപുഴകി വീണിട്ടുണ്ട്. കയ്പമംഗലം ചന്ദ്രപ്പനിയിൽ നിർത്തിയിട്ടിരുന്ന ബസിന് നേരെ കല്ലേറ്. ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്നു. ചാലക്കുടി നിർമ്മല IT കോളേജിന്റെ ബസിന് നേരെയാണ് കല്ലേറുണ്ടായത്. കോളേജിന് അവധിയായതിനാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചന്ദ്രപ്പനിയിൽ ദേശീയപാതയോരത്ത് ബസ് പാർക്ക് ചെയ്തിരുന്നത്. വ്യാഴാഴ്ച രാവിലെ ബസ് എടുക്കാനെത്തിയ ഡ്രൈവർ മിസ്ത്രിയാണ് ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർന്ന നിലയിൽ കണ്ടത്. കോളേജ് അധികൃതർ മതിലകം പോലീസിൽ പരാതി നൽകി.